ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല വാഴയിലയിൽ പൊതിഞ്ഞ ബീഫിൻ്റെ കിഴി ബിരിയാണിയാണ്. വാഴയിലയിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ കിഴി ബിരിയാണി ചെയ്ത് കഴിയുമ്പം അതിന് കിട്ടുന്നത് ഇരട്ടി രുചിയാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ടേസ്റ്റ് പരീക്ഷിച്ച് നോക്കണം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കഴുകി വൃത്തിയാക്കി ഈ ഒരു സൈസിലാണ് ഞാൻ 1/2 കിലോ ബീഫുണ്ട് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ബീഫിൻ്റെ പീസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിലർ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യും. ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ഞാൻ ഇട്ടിരിക്കുന്നത് മല്ലി, മുളക്, മഞ്ഞൾ, പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ ചേർക്കേണ്ടതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കൈ കൊണ്ട് തിരുമ്മി വേണം നമ്മൾ യോജിപ്പിക്കാൻ. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചാലും മതിയാകും. കൈകൊണ്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുമ്പം ബീഫിലെ വെള്ളം ഇറങ്ങും. കുക്കറിലാണ് വേവിക്കുന്നത്. ആ വെള്ളത്തോടു കൂടി തന്നെ വേണം നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ. എനിക്ക് 4 വിസിലിൽ ബീഫ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിനെ അപേക്ഷിച്ചിരിക്കുവേ. ഒരുപാട് ബീഫ് വെന്ത് കുഴഞ്ഞു പോകരുത്, കാരണം നമ്മൾ മസാലയിലിട്ട് ഒന്നുകൂടെ വേവിക്കാനുള്ളതാണ്. ഒരു 75% വെന്താൽ മതിയാവും. മസാല ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, നട്ട്സ്, റൈസിൻസ് ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് നെയ്യ് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് വേണം നമുക്ക് മസാല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം വലിയ ഉള്ളി ഒരേ കനത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് നന്നായിട്ട് വഴറ്റണം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകണം. അപ്പോഴേ ബിരിയാണി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നന്നായിട്ട് വഴറ്റി വരണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക. ഇതിനകത്തേക്ക് തക്കാളി ചേർക്കണം. തക്കാളി ഞാനിവിടെ എടുത്തത് ഒരുവിധം നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു കേട്ടോ. ഇച്ചിരി ബിരിയാണിക്കൊക്കെ എടുക്കുന്ന തക്കാളിക്ക് ഇച്ചിരി നല്ല പുളിയുള്ള തക്കാളി ആയിരിക്കണം. അതെനിക്ക് തോന്നുന്നു നാടൻ തക്കാളി എടുക്കാമെങ്കിൽ നല്ലതായിരിക്കും. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തില്ലായിരുന്നു. ബീഫിന് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റി റെഡിയാക്കണം. തക്കാളി നന്നായിട്ട് വഴന്ന് വരണം മസാലയിൽ. അപ്പോഴേ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത്, പുതിനയില അരിഞ്ഞത് ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഫ്ലേവറൊക്കെ ആ മസാലയിലേക്ക് വരണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ മല്ലിയിലയൊക്കെ ചേർക്കുന്നത്. ഇനി നമ്മൾ കാഷ്യൂ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ബിരിയാണിക്ക് കാഷ്യൂ നല്ല നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. കാഷ്യൂൻ്റെ പേസ്റ്റ് ആ ഒരു മസാലയുടെ രുചി വേറെ തന്നെയാണ്. ഇനി നമ്മൾക്ക് ഗരം മസാല ചേർക്കണം. ഗരം മസാല ഒരുപാട് വേണ്ട, കാരണം നമ്മൾ റൈസ് വേവിക്കുമ്പോഴും ബീഫ് വേവിക്കുമ്പോഴും ഒക്കെ ചേർത്തിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പം മസാലയുടെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഗ്രേവിയോട് കൂടി തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിം ആക്കണം. ഈ ടൈമിലേക്ക് കറണ്ട് ഒന്ന് പോയി, അതാ കൊട്ടോ പറ്റിയത്. പിന്നെ റൈസ് റെഡിയാക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 ഗ്ലാസ്സാണ് റൈസ് എടുത്തിരിക്കുന്നത്. അപ്പം 3.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. റൈസ് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഗീ ഇട്ട് കൊടുത്ത് ബേ ലീഫ്, ഗ്രാമ്പു, കറുവാപ്പട്ട
ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കണം, പെരിഞ്ചീരകം, അങ്ങനെ എല്ലാം ചേർത്ത് അതൊന്ന് പൊട്ടി മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് റൈസ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് റൈസ് ആ ഗീയിൽ കിടന്ന് റെഡിയായി വരണം. അതിന് ശേഷം മാത്രം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം തിളപ്പിക്കുന്നത് ഇതൊക്കെ ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാത്തത്. അതിനകത്ത് ഉള്ളിയും ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്നതും. നല്ല റൈസ് റെഡിയായി വരുന്ന സമയം നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 75% റൈസ് വേവാൻ പാടുള്ളൂ. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മഞ്ഞളും പൊടിയിൽ ഒരു പാല് കലക്കി ഒഴിച്ച് ചേർത്തതാണ്. ബീഫും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയുടെ മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് റൈസ് ദമ്മിടണം. അതിന് മുന്നേ ആദ്യം ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കണം. ഇപ്പോൾ റൈസ് ശരിക്കും വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് ചോറൊന്നും ഒട്ടും കുഴയാതെ വിട്ട് കിട്ടും നമുക്ക്. ഇത് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് സാധാരണ കിഴി വെക്കുന്ന സമയത്ത് ഗീയൊക്കെ ചേർത്താൽ മതി. ഞാനത് ഇടയ്ക്ക് മറന്നു പോകുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ റൈസിലേക്ക് കുറച്ച് ഗീയും മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ റൈസ് ഈ സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗീയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ വാഴയില വാട്ടിയെടുത്ത് കിഴി ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൽ ഞാൻ ഒരു കുഴിവെള്ള പാത്രത്തിലേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വാഴയില വെച്ച് കൊടുത്ത് ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിൻ്റെ മസാല പീസോടുകൂടി ഇടണം. ഓരോരുത്തരുടെയും പീസിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഞാനിവിടെ 4 പീസാണ് വെച്ചിരിക്കുന്നത്. അതിന് മുകളിൽ മസാല ഇട്ട് ബീഫ് വെച്ചതിന് മുകളിലായിട്ട് റൈസ് ലെയർ ചെയ്യണം. ഇങ്ങനെ ലെയർ ചെയ്ത് അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത ഓണിയനും മല്ലിയിലയും എല്ലാം കൂടെ ചേർത്ത് വാഴയിലയിൽ നന്നായിട്ട് ടൈറ്റാക്കി പൊതിഞ്ഞ് കെട്ടി എടുക്കണം. നല്ല ടൈറ്റിൽ വേണം നമ്മളത് കെട്ടിയെടുക്കാൻ. ഇതുപോലെ കിഴി കെട്ടണം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിക്ക് വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 3 കിഴി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇഡ്ഡലി ചെമ്പിലേക്ക് ആവിക്ക് വെക്കുകയാണ്. ആവിക്ക് വെച്ച് കഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തുറക്കണം. ആ തുറക്കുമ്പം കിട്ടുന്ന ഈ മണമാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ശരിക്കും നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് ഈ കിഴി ബിരിയാണി. നമ്മൾ സാധാരണ ദം പൊളിക്കുന്നത് പോലെയല്ല, വാഴയിലയിൽ നമ്മളിങ്ങനെ ആവിക്ക് വെച്ച് അതിങ്ങനെ തുറന്നെടുത്ത് ഞാനൊരു ഇച്ചിരി ചൂട് പോയിട്ട്, കാരണം നല്ല ചൂട് കൈ പൊള്ളുമായതുകൊണ്ട് ഇലയെ കഴിച്ച് കാണിക്കുന്നതുകൊണ്ട് ക്യാമറയിലേക്ക് പിന്നെ ആവി പടരണ്ടെന്ന് വിചാരിച്ച് ഇച്ചിരി അത് ചൂട് പോയിട്ടാണ് ഞാനത് അഴിച്ച് കാണിച്ചത്. അത് ആ ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് കഴിക്കാൻ. ഇന്നത്തെ എൻ്റെ ഈ ബീഫിൻ്റെ കിഴി ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻസ് എനിക്ക് വളരെയധികം ആവശ്യമാണ്. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malappuram.